പാലോട് രവി, മുൻ DCC പ്രസിഡന്റ് പാലോട് രവിക്ക് ഇത്തവണ വാമനപുരം സീറ്റ് ഉണ്ടാകില്ല എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. അവിടെ സുധീർ ഷാ പാലോട് എന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായിരുന്ന ചെറുപ്പക്കാരനെ പരിഗണിക്കുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട്. രഞ്ജിത്ത് അമ്പാടിയിലേക്ക് പോകുന്നു. രഞ്ജിത്ത്, നോക്കൂ, വിവാദമായ ജനഗണമന പാടി വിവാദമായി ഏറെ ട്രോളുകൾ ഏറ്റുവാങ്ങിയ ഒരാളാണ്. മുൻ DCC പ്രസിഡന്റ് ആയിരുന്നു. വാമനപുരത്തേക്ക് ഇത്തവണ മത്സരിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടതാണ്. നെടുമങ്ങാട് മുൻ MLA ആണ്, ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. അദ്ദേഹം വാമനപുരത്തേക്ക് എത്തുമ്പോൾ പ്രാദേശികമായി വളരെ എതിർപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ എതിർപ്പുകളൊക്കെ മറികടന്ന് വീണ്ടും പാലോട് രവിയെ തന്നെ വാമനപുരത്ത് പ്രതിഷ്ഠിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് ഷാഫി പറമ്പിലിൻ്റെ വലങ്കൈ സുധീർ ഷാ പാലോട്, മുൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് സുധീർ ഷാ മത്സരിക്കുമെന്ന് കേൾക്കുന്നു. പാലോട് രവിയെ വെട്ടിയോ? ഇത്തവണ വാമനപുരത്ത് സീറ്റില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. തനിക്ക് നെടുമങ്ങാടെങ്കിലും തന്നെ പരിഗണിക്കണമെന്ന ആവശ്യം പാലോട് രവി സംസ്ഥാനത്തെ നേതാക്കളിലൂടെ ഹൈക്കമാൻഡിനെ അറിയിച്ചതായിട്ടാണ് വിവരം. എന്നാൽ ഇതും പരിഗണിക്കപ്പെടാൻ സാധ്യതയില്ല. കാരണം DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് വിവാദമായ പല തീരുമാനങ്ങളിലൂടെയും അല്ലെങ്കിൽ പല പ്രസ്താവനകളുടെയും പുറത്താണ് പാലോട് രവിയെ മാറ്റിയത്. അതിൽ ഏറ്റവും പ്രധാനം കോൺഗ്രസിൻ്റെ ആഭ്യന്തര വാട്സപ്പ് ഗ്രൂപ്പിൽ നടത്തിയ ഒരു ഓഡിയോ സന്ദേശമാണ്. അതിൽ പറയുന്നത്, ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടും, BJP കുതിച്ചു കയറുമെന്ന തരത്തിൽ അദ്ദേഹം ഒരു വാർത്ത നൽകി, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രതികരണം നടത്തി. അത് പിന്നീട് കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറിക്കിടയാക്കി. ഇതിന് പിന്നാലെയാണ് പാലോട് രവിയെ DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. അതോടുകൂടി തന്നെ അദ്ദേഹം പാർട്ടിക്ക് അനഭിനന്ദനായി മാറിയിരുന്നു. അത് ഒരു തരത്തിൽ അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കാതെ പോയതിന് കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ തവണ പരാജയപ്പെട്ടതാണ് നെടുമങ്ങാട്. ഇത്തവണ വാമനപുരത്തേക്ക് സീറ്റ് ലഭിക്കുമെന്ന തോന്നലിൽ നേരത്തെ തന്നെ തൻ്റെ തട്ടകം വാമനപുരമാക്കി അദ്ദേഹം മാറ്റിയിരുന്നു. അതിൽ തന്നെ പ്രാദേശികമായ പല എതിർപ്പുകളും ഉണ്ടായിരുന്നു കോൺഗ്രസിനുള്ളിൽ. ഇപ്പോൾ ഇതാ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരമാണെങ്കിൽ വാമനപുരത്ത് പാലോട് രവിക്ക് സീറ്റില്ല, പകരം സുധീർ ഷാ പാലോടിന് സീറ്റ് നൽകുമെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. നാളെ ആ മേഖലയിൽ വാമനപുരത്ത് റോഡ് ഷോ പോലും സുധീർ ഷാ പാലോടിൻ്റെ നേതൃത്വത്തിൽ അറേഞ്ച് ചെയ്തു കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ അവിടെ നിന്ന് ലഭിക്കുന്നു. എന്തായാലും ഷാഫി പറമ്പിലിൻ്റെ വിശ്വസ്തനായി അറിയപ്പെടുന്ന വ്യക്തിയാണ്. മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനായിരുന്നു. ഷാഫിയുടെ ചരടുവലികൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം നമുക്കറിയാം, കൂടെ നിൽക്കുന്നവരെ എപ്പോഴും സഹായിക്കുന്ന ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ. തൻ്റെ അനുയായികൾക്ക് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ അടുപ്പക്കാർക്ക് വേണ്ടി സീറ്റ് പിടിച്ചു വാങ്ങുന്നതിൽ അഗ്രഗണ്യനാണ് ഷാഫി പറമ്പിൽ എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ അറിയാം. ആ ഷാഫി പറമ്പിലിൻ്റെ താല്പര്യപ്രകാരം സുധീർ ഷാ പാലോടിന് വാമനപുരം മണ്ഡലം നൽകാൻ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. പാലോട് രവിയെ ഒരിക്കൽ കൂടി വെട്ടിയിരിക്കുന്നു. പാലോട് രവിക്ക് ഇത്തവണ മത്സരിക്കാൻ സീറ്റ് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇതുവരെ പുറത്തുവരുന്ന വിവരങ്ങൾ.